നമസ്കാരം. ഷെക്കേന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ അനൂപ് ജോസഫ്. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലേക്ക്. കുടിയേറ്റ നിയന്ത്രണങ്ങളുടെ ഭാഗമായി കൂടുതൽ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സിറിയ ഉൾപ്പെടെ 7 രാജ്യങ്ങളിലെ പൗരന്മാർക്കും പാലസ്തീൻ അതോറിറ്റി പാസ്പോർട്ട് കൈവശമുള്ളവർക്കുമാണ് പുതുതായി യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയത്. ഇതോടെ അമേരിക്ക യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ രാജ്യങ്ങളുടെ എണ്ണം 30 ഉയർന്നു. സിറിയ ഉൾപ്പെടെ 7 രാജ്യങ്ങളിലെ പൗരന്മാർക്കും പാലസ്തീൻ അതോറിറ്റിയുടെ പാസ്പോർട്ട് കൈവശമുള്ളവർക്കും യുഎസിൽ പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കഴിഞ്ഞ ജൂണിൽ 12 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് പൂർണ്ണ യാത്രാ വിലക്കും 7 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പുതിയ തീരുമാനം. ഇതോടെ അമേരിക്ക യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ രാജ്യങ്ങളുടെ എണ്ണം 30 ഉയർന്നു. ആഫ്രിക്കയിലെ ഏറ്റവും ദരിദ്ര രാജ്യമായ ബുർക്കിന ഫാസോ, മാലി, നൈജർ, സിയറ ലയോൺ, ദക്ഷിണ സുഡാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്കും തെക്കുകിഴക്കൻ ഏഷ്യയിൽ ലാവോസിൽ നിന്നുള്ളവർക്കുമാണ് സിറിയയെ കൂടാതെ പ്രവേശന വിലക്ക് പുതിയതായി ഏർപ്പെടുത്തിയത്. നൈജീരിയ, കരീബിയൻ രാജ്യങ്ങൾ എന്നിവ ഉൾപ്പെടെ മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ട്രംപ് ഭാഗിക യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ടെന്നാണ് വൈറ്റ് ഹൌസ് പറയുന്നത്. യുഎസിനെ ഭീഷണിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വിദേശികളെ നിരോധിക്കാനാണ് ട്രംപിന്റെ നീക്കമെന്നാണ് വൈറ്റ് ഹൌസിന്റെ വിശദീകരണം. വിദേശികൾ യുഎസിന്റെ സംസ്കാരം, സർക്കാർ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സ്ഥാപക തത്വങ്ങൾ എന്നിവയെ ദുർബലപ്പെടുത്തുകയോ അസ്ഥിരപ്പെടുത്തുകയോ ചെയ്യുന്നത് തടയാൻ ട്രംപ് ആഗ്രഹിക്കുന്നതായും വൈറ്റ് ഹൌസ് വ്യക്തമാക്കുന്നു. സിറിയയിൽ 2 യുഎസ് സൈനികരും ഒരു സിവിലിയനും കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ട്രംപിന്റെ നീക്കം. കുടിയേറ്റക്കാർക്കായുള്ള ഗ്രീൻ കാർഡ് ലോട്ടറി പദ്ധതി താൽക്കാലികമായി നിർത്തിവെച്ച് ട്രംപ് ഭരണകൂടം. ബ്രൗൺ യൂണിവേഴ്സിറ്റിയിലും MITയിലും വെടിവെപ്പ് നടന്ന സാഹചര്യത്തിലാണ് നടപടി. ട്രംപിന്റെ നിർദ്ദേശപ്രകാരം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസിനോട് പദ്ധതി താൽക്കാലികമായി നിർത്താൻ ഉത്തരവിടുകയാണെന്ന് ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റി നോം അറിയിച്ചു. അമേരിക്കയിലെ ബ്രൗൺ യൂണിവേഴ്സിറ്റിയിലും MITയിലുമുണ്ടായ വെടിവെപ്പിന് പിന്നാലെ ഗ്രീൻ കാർഡ് ലോട്ടറി പദ്ധതി താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ട്രംപ് ഭരണകൂടം. വെടിവയ്പ്പുകളിലെ പ്രതി അമേരിക്കയിലെത്തിയത് ഗ്രീൻ കാർഡ് ലോട്ടറി വഴിയാണെന്ന കണ്ടെത്തലിന് പിന്നാലെയാണ് ട്രംപിന്റെ നടപടി. ബ്രൗൺ യൂണിവേഴ്സിറ്റിയിൽ 2 വിദ്യാർത്ഥികളുടെ മരണത്തിനും ഒരു MIT പ്രൊഫസറുടെ കൊലപാതകത്തിനും കാരണമായ വെടിവെപ്പിന് പിന്നിൽ 48-കാരനായ പോർച്ചുഗീസ് പൗരൻ ക്ലോഡിയോ നെവസ് വാലന്റെ ആണെന്നാണ് റിപ്പോർട്ടുകൾ. ഇയാൾ പിന്നീട് സ്വയം വെടിവെച്ച് മരിക്കുകയും ചെയ്തു. വെടിവെപ്പ് പ്രതി ക്ലോഡിയോ നെവസ് വാലന്റേക്ക് 2017 ഗ്രീൻ കാർഡ് ലഭിച്ചതായി ആഭ്യന്തര സുരക്ഷാ സെക്രട്ടറി ക്രിസ്റ്റി നോം പറഞ്ഞു. ട്രംപിന്റെ നിർദ്ദേശപ്രകാരം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിനോട് പദ്ധതി താൽക്കാലികമായി നിർത്താൻ ഉത്തരവിട്ടതായും ക്രിസ്റ്റി നോം അറിയിച്ചു. ഗ്രീൻ കാർഡ് ലോട്ടറി പദ്ധതി വഴി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് ഓരോ വർഷവും 50,000 ഗ്രീൻ കാർഡുകൾ വരെ ലഭ്യമാകുന്നുണ്ട്. 2025 വിസ ലോട്ടറിക്ക് ഏകദേശം 20 ദശലക്ഷം ആളുകൾ അപേക്ഷിച്ചു. വിജയികളോടൊപ്പം പങ്കാളികളെയും ഉൾപ്പെടുത്തി 1,31,000-ലധികം പേരെ തെരഞ്ഞെടുത്തു. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷമാണ് ഇവർ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ പ്രവേശനം നേടുക. ലോട്ടറി വിജയികൾക്ക് ഗ്രീൻ കാർഡിന് അപേക്ഷിക്കാം. കോൺസുലേറ്റുകളിൽ വെച്ച് അഭിമുഖം നടത്തി മറ്റ് ഗ്രീൻ കാർഡ് അപേക്ഷകരെ പോലെ തന്നെ അവർക്ക് യോഗ്യതയും ഉറപ്പാക്കും. എന്നാൽ വിസ ലോട്ടറിയെ ട്രംപ് വളരെ കാലമായി തന്നെ എതിർത്തിരുന്നു. പ്രത്യാശയുടെ ജൂബിലി വർഷ സമാപനത്തിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ 30 ദശലക്ഷത്തോളം ആളുകൾ പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിച്ച സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ കരുണയുടെ വാതിലടയ്ക്കാൻ ഒരുങ്ങുകയാണ്. പ്രത്യാശയുടെ കവാടങ്ങൾ 2026 ജനുവരി 6 ലിയോ 14 പാപ്പ അടയ്ക്കുന്നതോടെ കത്തോലിക്ക സഭയിൽ പ്രത്യാശയുടെ ജൂബിലി വർഷാചരണം ഔദ്യോഗികമായി അവസാനിക്കും. 2025 പ്രത്യാശയുടെ ജൂബിലി വർഷ സമാപന ആഹ്വാനം നൽകി കത്തോലിക്ക സഭ. 2024 ഡിസംബർ 24 കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പ തുറന്ന പ്രത്യാശയുടെ ജൂബിലി കവാടങ്ങൾ 2025 ജനുവരി 6 ലിയോ 14 പാപ്പ അടയ്ക്കുന്നതോടെ കത്തോലിക്ക സഭയിൽ പ്രത്യാശയുടെ ജൂബിലി വർഷാചരണം ഔദ്യോഗികമായി അവസാനിക്കും. പ്രത്യാശയുടെ ജൂബിലി വർഷ സമാപനത്തിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ 30 ദശലക്ഷത്തോളം ക്രൈസ്തവ വിശ്വാസികളാണ് പ്രത്യാശയുടെ കവാടത്തിലൂടെ കടന്ന് പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിച്ചത്. ഡിസംബർ 25 വൈകുന്നേരം 6 മണിക്ക് സെന്റ് മേരി മേജർ ബസിലിക്കയിലെ വിശുദ്ധ കവാടം ആദ്യം അടയ്ക്കും. തുടർന്ന് കർദിനാൾ റോളൻഡാഡ് മാക്രിക്കാസ് ദിവ്യബലിയർപ്പിച്ച് പ്രാർത്ഥിക്കും. ഡിസംബർ 27 രാവിലെ 11 മണിക്ക് സെന്റ് ജോൺ ലാറ്ററൻ ബസിലിക്കയിലെ കവാടം അടയ്ക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് കർദിനാൾ ബാൽദസാരെ റെയ്ന അധ്യക്ഷത വഹിക്കും. ഡിസംബർ 28 രാവിലെ 10 മണിക്ക് സെന്റ് പോൾ ഔട്ട്സൈഡ് ദി വാൾസിലെ തിരുക്കർമ്മങ്ങൾക്ക് കർദിനാൾ ജെയിംസ് മൈക്കിൾ ഹാർവി മുഖ്യ കാർമ്മികത്വം വഹിക്കും. പ്രത്യാശയുടെ ജൂബിലി വർഷത്തിന്റെ സമാപന ദിനമായ 2026
2026 ജനുവരി 6 സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ എപ്പിഫാനി ആഘോഷവും 2033 സമാപന ജൂബിലി ദിവ്യബലി അർപ്പിക്കുവാൻ തീർത്ഥാടകരെ ക്ഷണിച്ചുകൊണ്ട് ലയോ 14 പാപ്പ അവസാനത്തെ വിശുദ്ധ കവാടവും അടയ്ക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പ റിബിബിയ ജയിലിലെ തടവുകാർക്കുള്ള പ്രത്യാശയുടെ അടയാളമായി പ്രത്യേകം തുറന്ന വിശുദ്ധ കവാടം അടയ്ക്കുന്നതിനുള്ള അവസാന തീയതി ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. മനുഷ്യരക്ഷയുടെ മഹാജൂബിലി വിശുദ്ധ വർഷമായ 2033 ഇനി ഈ കവാടങ്ങൾ തുറക്കുക. അതുവരെ ഈ വാതിലുകൾ അടഞ്ഞുകിടക്കും. കൃപയുടെ ശക്തമായ ഒരു യാത്ര അവസാനിക്കുകയാണ്. പക്ഷേ പ്രത്യാശ തുടരുന്നുവെന്നും വത്തിക്കാൻ അറിയിച്ചു. ക്രിസ്മസിനായി ഒരുങ്ങാമെന്നും ക്രൈസ്തവ പാരമ്പര്യം കാത്തുസൂക്ഷിക്കാമെന്നും ആഹ്വാനം ചെയ്ത് ലിയോ 14 പാപ്പ. ക്രിസ്മസിന് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ ബുധനാഴ്ച പൊതു കൂടിക്കാഴ്ച വേളയിൽ വിശ്വാസി സമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയായിരുന്നു പാപ്പായുടെ ആഹ്വാനം. ജീവിതത്തിന്റെ നിരവധിയായ തിരക്കുകൾക്കിടയിലും അടുത്തെത്തിയിരിക്കുന്ന ക്രിസ്തുമസിനായി ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടി ഒരുങ്ങാനും ക്രൈസ്തവ വിശ്വാസത്തിന്റെയും സംസ്കാരത്തിന്റെയും കലയുടെയും ഭാഗമായ ക്രിസ്തുമസ് പുൽക്കൂട് പോലെയുള്ള അടയാളങ്ങൾ ശ്രദ്ധാപൂർവം കാത്തുസൂക്ഷിക്കാനും ആഹ്വാനം ചെയ്ത് ലയോ 14 പാപ്പ. ക്രിസ്തുമസിന് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ ഡിസംബർ 17 ബുധനാഴ്ച പതിവ് പോലെ വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ അനുവദിച്ച പൊതു കൂടിക്കാഴ്ച വേളയിൽ വിവിധ ഭാഷക്കാരായ ആളുകളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് ഇത്തരമൊരു ആഹ്വാനം പാപ്പ മുന്നോട്ട് വെച്ചത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ക്രിസ്തുമസ് ആകുമെന്നും നിങ്ങളുടെ വീടുകളിൽ ക്രിസ്തുവിന്റെ ജനനത്തിന്റെ രഹസ്യത്തെ അനുസ്മരിപ്പിക്കുന്ന പുൽക്കൂടുകൾ ഒരുങ്ങിയിട്ടുണ്ടാകുമെന്നും പറഞ്ഞ പാപ്പ നമ്മുടെ വിശ്വാസത്തിന്റെ മാത്രമല്ല ക്രൈസ്തവ സംസ്കാരത്തിന്റെയും കലയുടെയും ഭാഗമായ ഇത്തരമൊരു പ്രധാനപ്പെട്ട ഘടകം നഷ്ടപ്പെടാതെ തുടരട്ടെ എന്ന് വിശ്വാസികളെ ഓർമ്മിപ്പിച്ചു. യേശു നമുക്കിടയിൽ വസിക്കാനായി മനുഷ്യനായി പിറന്നുവെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് പുൽക്കൂടെന്ന് പാപ്പ അനുസ്മരിച്ചു. ക്രിസ്തുമസ് അടുത്തെത്തിയിരിക്കുന്ന ഇക്കാലത്ത് വിവിധ ആഘോഷങ്ങൾക്കായി തിരക്കിട്ട് ഓടുന്നതിനിടയിൽ ഈ ആഘോഷങ്ങൾ ഉപരിപ്ലവമായി ജീവിച്ച് വീണ്ടും നിരാശയിലേക്ക് തിരികെ പോകാൻ നമ്മെ തന്നെ അനുവദിക്കരുതെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. ക്രിസ്തുവിന്റെ വരവനായി നമ്മുടെ ഹൃദയത്തെയും ഒരുക്കാമെന്നും ശ്രദ്ധയോടെ കാത്തിരിക്കാമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു. ഇത്തരമൊരു കാത്തിരിപ്പിലൂടെ അവന്റെ സ്നേഹ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിന്റെയും ഹൃദയത്തിന്റെയും നിധിയായി മാറുമെന്നും പാപ്പ വിശ്വാസികളെ ഓർമ്മിപ്പിച്ചു. ഡിസംബർ 15 തിങ്കളാഴ്ച വൈകുന്നേരം വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ പുൽക്കൂട് അനാവരണം ചെയ്യപ്പെട്ടിരുന്നു. പുൽക്കൂടും ക്രിസ്മസ് ട്രീയും ഒരുക്കുന്നതിന് സഹായിച്ചവരെ അന്നേ ദിവസം രാവിലെ പോൾ 6 ശാലയിൽ സ്വീകരിച്ച പാപ്പ പരിശുദ്ധ അമ്മയുടെ ധ്യാനാത്മകമായ നിശബ്ദതയെ കൂടി പരാമർശിച്ചുകൊണ്ട് യേശുവിന്റെ പുൽക്കൂട് നിശബ്ദതയും ധ്യാനാത്മകമായ പ്രാർത്ഥനയും നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നുവെന്ന് ഓർമ്മിപ്പിച്ചിരുന്നു. അമേരിക്കയിൽ ഉടനീളം യുവജനങ്ങൾക്കിടയിൽ വലിയ വിശ്വാസ വെളിച്ചം വീശുന്നു. വിശ്വാസ വഴിയിലേക്ക് വിദ്യാർത്ഥികൾ കടന്നുവരുന്ന കാഴ്ചകൾ. വിദ്യാർത്ഥികൾക്കിടയിൽ മാമോദീസയും സ്ഥൈര്യലേപനവും സ്വീകരിക്കുന്നവരുടെ എണ്ണത്തിൽ ശ്രദ്ധേയമായ വളർച്ചയെന്ന് കോളേജ് ക്യാമ്പസ് മിനിസ്ട്രികൾ. അമേരിക്കയിൽ ഉടനീളമുള്ള നിരവധി കോളേജ് ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ വിശ്വാസത്തിന്റെ കൊടുങ്കാറ്റ്. പ്രവേശക കൂദാശകളായ മാമോദീസായും സ്ഥൈര്യലേപനവും സ്വീകരിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നത്തെ പ്രക്ഷുബ്ധമായ സാംസ്കാരിക സാഹചര്യത്തിൽ യുവാക്കൾക്കിടയിൽ വിശ്വാസത്തിനു വേണ്ടിയുള്ള ആഴത്തിലുള്ള ആഗ്രഹമാണ് ഈ വളർച്ച പ്രതിഫലിപ്പിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. അരിസോണ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ന്യൂമാൻ സെൻറ്ററിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ സഭയിലേക്കും വിശ്വാസത്തിലേക്കും കടന്നു വന്നത്. കഴിഞ്ഞ സെമസ്റ്ററിൽ മേസയിലെ ക്രൈസ്റ്റ് ദി കിങ് പാരീഷിലെ പള്ളിയിലേക്ക് 52 വിദ്യാർത്ഥികൾ കടന്നു വന്നു. ഇനി വരുന്ന ഈസ്റ്റർ വിജിലിന് 50 പേരെ കൂടി പ്രതീക്ഷിക്കുന്നു. ഓരോ വർഷവും ASUവിൻ്റെ ക്യാമ്പസ് മിനിസ്ട്രി ക്രൈസ്റ്റ് ദി കിങ് പാരീഷുമായി സഹകരിച്ച് നടത്തുന്ന പരിപാടിയിൽ വിദ്യാർത്ഥികളെ പ്രവേശക കൂദാശകളുടെ സ്വീകരണത്തിനും പൂർണ്ണ കൂട്ടായ്മയ്ക്കും സജ്ജമാക്കുന്നു. വൈവിധ്യമാർന്ന പശ്ചാത്തലങ്ങളിൽ നിന്നാണ് വിദ്യാർത്ഥികൾ പള്ളിയിൽ പ്രവേശിക്കുന്നത്. ചിലർ ആദ്യമായി ക്രിസ്തുവിനെ കണ്ടുമുട്ടിയവർ, മറ്റു ചിലർ പ്രൊട്ടസ്റ്റന്റ് സമൂഹങ്ങളിൽ നിന്ന് വന്നവർ, ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വീണ്ടും മടങ്ങിവരാൻ ആഗ്രഹിക്കുന്നവർ, ഇങ്ങനെ നീളുന്ന പട്ടിക. ഏറ്റവും ഒടുവിൽ നവംബർ 23 ക്രിസ്തുവിന്റെ രാജ്യത്വ തിരുനാളിലാണ് വിദ്യാർത്ഥികൾ കൂട്ടമായി സ്നാനപ്പെട്ടത്. 15 വർഷമായി ന്യൂമാൻ സെന്ററിനെ നയിച്ച ക്ലെമൻസ് ആഴ്ച തോറുമുള്ള ഫോക്കസ് ബൈബിൾ പഠനങ്ങളിൽ ഏകദേശം 400 വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ടെന്നും വാരാന്ത്യ പരിശുദ്ധ കുർബാനകളിൽ ഒന്നിൽ ഏകദേശം 1500 പേർ പങ്കെടുക്കുന്നുണ്ടെന്നും റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ വ്യക്തമായ മാറ്റം കണ്ടതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ചൈനയുമായി ഏതു നിമിഷവും ആളിപ്പടരാവുന്ന സംഘർഷം നിലനിൽക്കെ US-ഉമായി $11.1 ബില്യൺ ആയുധ ഇടപാട് പ്രഖ്യാപിച്ച് തായ്വാൻ. പ്രസിഡന്റ് ട്രംപ് അധികാരമേറ്റ ശേഷം നടന്ന രണ്ടാമത്തെ വലിയ ആയുധ ഇടപാടാണിത്.
ഉക്രൈനിൽ പരീക്ഷിച്ച ഹിമറാസ് മൊബൈൽ റോക്കറ്റ് ലോഞ്ചറുകൾ, ശക്തമായ സ്വയം പ്രൊപ്പൽഡ് ഹോവിറ്റ്സറുകൾ, ജാവലിൻ, ടോ ടാങ്ക് വിരുദ്ധ മിസൈലുകൾ, നിരീക്ഷണം, യുദ്ധ ഡ്രോണുകൾ, നിലവിലുള്ള ഉപകരണങ്ങൾക്കുള്ള സ്പെയർ പാർട്സുകൾ എന്നിവ പാക്കേജിൽ ഉൾപ്പെടുന്നു. ഇത് ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ച രണ്ടാമത്തെ വമ്പൻ ആയുധ വിൽപ്പനയാണ്. ഇത് തായ്വാന്റെ സുരക്ഷയോടുള്ള US പ്രതിബദ്ധത ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നുവെന്നാണ് തായ്വാൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞത്. ഒരു മാസത്തിനകം ആയുധ വിൽപ്പന പ്രാബല്യത്തിൽ വരുമെന്ന് പ്രതിരോധ മന്ത്രാലയം കൂട്ടിച്ചേർത്തു. ഇടപാടിന് US കോൺഗ്രസിന്റെ അംഗീകാരം ആവശ്യമാണെങ്കിലും തായ്വാന്റെ പ്രതിരോധത്തെക്കുറിച്ച് USലെ പാർട്ടികൾക്ക് പൊതുവായ ധാരണയുള്ളതിനാൽ പരാജയപ്പെടുവാൻ സാധ്യതയില്ല. ചൈനയുടെ സൈനിക സമ്മർദ്ദം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കുമെന്ന് തായ്വാൻ പ്രസിഡന്റ് ലായ് ചിങ്-തെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. തായ്വാൻ ചൈനയുടെ അവിഭാജ്യ ഘടകമാണെന്നാണ് ചൈനയുടെ നിലപാട്. തായ്വാന് സമീപമുള്ള സമുദ്രത്തിൽ ചൈന അടിക്കടി സൈനിക അഭ്യാസങ്ങളും നടത്താറുണ്ട്. അതേസമയം തായ്വാൻ അവകാശവാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. 2001 US-മായി $18 ബില്യൺ ആയുധ ഇടപാട് തായ്വാൻ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ചർച്ചകൾക്ക് ശേഷം അത് വളരെ ചെറുതായി ചുരുങ്ങുകയായിരുന്നു. എന്നാൽ തായ്വാനുമായുള്ള US ആയുധ വിൽപ്പനയെ ചൈന അപലപിച്ച് രംഗത്തെത്തി. അത് ചൈനയെ പ്രകോപിപ്പിക്കുന്നതിന് തുല്യമാണെന്നാണ് ചൈനയുടെ പ്രതികരണം. 6 പതിറ്റാണ്ടുകളായി എല്ലാ വർഷവും നടത്തപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും മനോഹരമായ ആഘോഷങ്ങൾ ഒഴിവാക്കി ഫ്രഞ്ച് സർക്കാർ. പാരീസിലെ പ്രശസ്തമായ ചാംപ്സ് എലീസിസിലെ വാർഷിക പുതുവത്സരാഘോഷവും കഴിഞ്ഞ വർഷം 10 ലക്ഷം ആളുകളുടെ ഒത്തുചേരലിന് കാരണമായ ന്യൂ ഇയർ രാത്രിയിലെ മ്യൂസിക്കൽ ഷോയടക്കം പലതും സുരക്ഷയെ പ്രതി ഇത്തവണത്തെ ന്യൂ ഇയറിന് ഉണ്ടാവുകയില്ലെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ന്യൂ ഇയർ രാത്രി ക്ലോക്കിൽ 12 മണിയാകുമ്പോൾ ആർക്ക് ഡി ട്രയംഫിൽ വെടിക്കെട്ടോടെ പുതുവർഷത്തെ വരവേൽക്കുന്നതായിരുന്നു വർഷങ്ങളായുള്ള പതിവ്. വെടിക്കെട്ട് നേരിട്ട് കാണുന്നതിനായി നഗരമധ്യത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഒത്തുകൂടുന്ന പതിവുമുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ പ്രധാനപ്പെട്ട ചില പ്രോഗ്രാമുകൾ ക്യാൻസൽ ചെയ്യുന്നതായും മറ്റുള്ളവ ടെലിവിഷനിൽ കാണണമെന്നും ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്നു. അടുത്തിടെയായി യൂറോപ്പിലുടനീളം ഇസ്ലാമിസ്റ്റ് കുടിയേറ്റക്കാർ അഴിച്ചുവിടുന്ന ആക്രമണങ്ങളിൽ ഭൂരിഭാഗവും ഫ്രാൻസ്, UK, ജർമ്മനി പോലുള്ള രാജ്യങ്ങളിലാണ്. അതിനാൽ തന്നെ ഇത്തവണത്തെ ക്രിസ്തുമസ്, ന്യൂ ഇയർ ആഘോഷങ്ങൾ പരിമിതപ്പെടുത്തുകയോ ഒഴിവാക്കുകയോ ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് ഒരു കാലത്ത് പ്രൗഢിയുടെയും ആഡംബരത്തിന്റെയും ആഘോഷത്തിന്റെയും നാടായിരുന്ന ഫ്രാൻസിൽ ക്യാൻസൽ ചെയ്ത ന്യൂ ഇയർ പരിപാടികൾ. യൂറോപ്പിലേക്കുള്ള വൻതോതിലുള്ള അഭയാർത്ഥി പ്രവാഹത്തിന്റെ ഫലമാണിതെന്നാണ് മാൻഹട്ടൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇമിഗ്രേഷൻ ഫെലോ ആയ ഡാനിയൽ ഡി മാർട്ടിനോ പറഞ്ഞത്. പടിഞ്ഞാറൻ യൂറോപ്പിൽ വർഷങ്ങളായി തീവ്രവാദ പ്രശ്നങ്ങൾ വർദ്ധിക്കുകയാണ്. ഒരു ദശാബ്ദത്തിലേറെ മുൻപുള്ള അഭയാർത്ഥി പ്രതിസന്ധിയുടെ ഫലമായി ഇസ്ലാമിക കുടിയേറ്റം കാരണം അത് കൂടുതൽ വഷളായി എന്നും ഡാനിയൽ കൂട്ടിച്ചേർത്തു. സംസ്ഥാന ഉദ്യോഗസ്ഥർക്ക് അയച്ച അടിയന്തര കത്തിൽ അൽ-ഖ്വയ്ദ, IS പോലുള്ള ഗ്രൂപ്പുകളെ ഉദ്ധരിച്ച് വളരെ ഉയർന്ന ഭീകര ഭീഷണിയെക്കുറിച്ച് ഡാനിയൽ മുന്നറിയിപ്പ് നൽകി. ക്രിസ്തുമസ് മാർക്കറ്റുകളിൽ പോലീസ് സാന്നിധ്യം വർദ്ധിപ്പിക്കുവാനും വാഹന പ്രവേശനം നിയന്ത്രിക്കുവാനും രഹസ്യാന്വേഷണ ഏജൻസികളെ സജ്ജമാക്കുവാനും ഡാനിയൽ ആവശ്യപ്പെട്ടു. 2018 ഫ്രഞ്ച് മൊറോക്കൻ ജിഹാദിസ്റ്റായ 29-കാരനായ ഷെറീഫ് ചെക്കാട്ട് ഇസ്ലാമിക മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വെടിയുതിർത്തിരുന്നു. അന്നത്തെ അക്രമത്തിൽ 5 പേർ കൊല്ലപ്പെടുകയും 11 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 2 ദിവസത്തെ തിരച്ചിലിനൊടുവിൽ പോലീസ് അയാളെ വെടിവെച്ച് കൊന്നിരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ട്രാൻസ്ബർഗ് ക്രിസ്തുമസ് മാർക്കറ്റ് ആക്രമണത്തെ ഓർമ്മിപ്പിച്ച ലോറന്റ് ന്യൂനസ് 2025 ഇതുവരെ ഫ്രാൻസിൽ 6 ഭീകരാക്രമണ ഗൂഢാലോചനകൾ പരാജയപ്പെടുത്തിയതായും പറഞ്ഞു. ജീസസ്, യേശു മാത്രം രക്ഷകൻ. ആകാശത്തിന് കീഴിൽ മനുഷ്യരക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല യേശു നാമമല്ലാതെ. യേശു മാത്രം രക്ഷകനെന്ന് ഉത്ബോധിപ്പിച്ചുകൊണ്ട് മഹത്തായ കലാസൃഷ്ടി ലോകത്തിന് മുമ്പിൽ കാഴ്ചവെച്ച് അമേരിക്കൻ ചിത്രകാരൻ 14,983 പ്രാവശ്യം ജീസസ് എന്ന് ഇംഗ്ലീഷിൽ എഴുതി രചിച്ച യേശുക്രിസ്തുവിൻ്റെ മുൾമുടിയണിഞ്ഞ ചിത്രമാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി കൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ ചിത്രകാരൻ ജെയ്സ് ഹോളാണ് ചിത്രരചന നടത്തിയത്. അമേരിക്കൻ ചിത്രകാരനായ ജെയ്സ് ഹോളാണ് യേശുക്രിസ്തുവിന്റെ മഹത്വത്തെ പ്രകീർത്തിച്ച് വ്യത്യസ്തമായ വിധത്തിൽ ചിത്രരചന നടത്തിയത്. 14,983 പ്രാവശ്യം ജീസസ് എന്ന് ഇംഗ്ലീഷ് അക്ഷരമാലയിൽ എഴുതിയാണ് ജെയ്സ് ഹോൾ ചിത്രം വരച്ചത്. മുൾമുടി ചൂടി നിൽക്കുന്ന യേശുക്രിസ്തുവിന്റെ മനോഹരമായ രൂപമാണ് അമേരിക്കൻ കലാകാരന്റെ കലാവിരുതുകൊണ്ട് പ്രകടമായത്. ഇതോടൊപ്പം 50 ബൈബിൾ വചനങ്ങളും ജെയ്സ് ഹോൾ ഇഴചേർത്ത് നെയ്തിട്ടുമുണ്ട്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെയും തന്റെ സ്വസിദ്ധമായ കഴിവും ഉപയോഗിച്ച് ഏകദേശം 29 മണിക്കൂർ കൊണ്ടാണ് ഇദ്ദേഹം മനോഹരമായൊരു രചന നടത്തിയിരിക്കുന്നത്. ടിക്ടോക്കിലും ഇൻസ്റ്റഗ്രാമിലും ഉൾപ്പെടെ വിവിധ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച ചിത്രം വളരെയധികം ജനശ്രദ്ധ നേടിയിരിക്കുകയാണിപ്പോൾ. വളരെ ചെറിയ അക്ഷരങ്ങളിലൂടെയോ ചിത്രങ്ങളിലൂടെയോ വലിയ ചിത്രങ്ങൾ രചിക്കുക എന്ന മൈക്രോഗ്രഫി അഥവാ സൂക്ഷ്മ ലേഖന ചിത്രകലയുടെ പാരമ്പര്യമാണ് ജെയ്സ് ഹോൾ ഈ ചിത്രരചനയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ആകാശത്തിന് കീഴിൽ മനുഷ്യരക്ഷയ്ക്കായി ഒരു നാമമേ നൽകപ്പെട്ടിട്ടുള്ളൂ. അതെ, യേശു എന്ന നാമമാണത്. പൈശാചിക ലോകം ഞെട്ടിവിറയ്ക്കുന്ന നാമം, വിടുതൽ നൽകുന്ന നാമം, ജീവൻ നൽകുന്ന നാമം, അത് യേശുനാമം മാത്രമാണ് എന്ന് തന്റെ ചിത്രകലയിലൂടെ അനിഷേധ്യമായി പ്രഘോഷിക്കുകയാണ് ജെയ്സ് ഹോൾ എന്ന ചിത്രകാരൻ. നമുക്കും സാധിക്കാവുന്ന വിധത്തിൽ യേശുക്രിസ്തുവിന്റെ നാമത്തെ ആവോളം ഉയർത്താം.
യേശുക്രിസ്തുവിൻ്റെ അപൂർവ ചിത്രം കണ്ടെത്തി. ഒരിക്കൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കേന്ദ്രങ്ങളിലൊന്നായ തുർക്കിയിൽ നിന്നാണ് കണ്ടെത്തൽ. നല്ലിടയനായ യേശുക്രിസ്തുവിൻ്റെ പുരാതന റോമൻ ശൈലിയിലുള്ള ചുമർ ചിത്രമാണ് ഗവേഷകർ കണ്ടെത്തിയത്. തുർക്കിയിലെ ഇസ്നിക്കിൽ 3-ാം നൂറ്റാണ്ടിലെ ഒരു ഭൂഗർഭ ശവകുടീരത്തിൽ നിന്നാണ് ചുമർ ചിത്രം ലഭിച്ചത്. റോമൻ മാതൃകയിലുള്ള യേശുക്രിസ്തുവിന്റെ അപൂർവ ചിത്രം കണ്ടെത്തി പുരാവസ്തു ഗവേഷകർ. തുർക്കിയിലെ ഇസ്നിക്കിൽ 3-ാം നൂറ്റാണ്ടിലെ ഒരു ഭൂഗർഭ ശവകുടീരത്തിന് നിന്നുമാണ് യേശുക്രിസ്തുവിന്റെ ചുമർചിത്രം കണ്ടെത്തിയത്. ക്രൈസ്തവ ചരിത്രത്തിൽ അതിനിർണായകമായ നിഖ്യാവിശ്വാസ പ്രമാണം രൂപീകരിച്ച സ്ഥലത്തിന് സമീപമാണ് തുർക്കിയിലെ ഗവേഷകർ ഈ ചിത്രം കണ്ടെത്തിയത്. യേശുവിനെ ഒരു നല്ല ഇടയനായി ചിത്രീകരിച്ചിരിക്കുന്ന പെയിന്റിംഗിൽ വളരെ ചെറുപ്പക്കാരനായ ക്രിസ്തുവിനെയാണ് പെയിന്റിംഗ് ചെയ്തു വെച്ചിരിക്കുന്നത്. തോളിൽ യേശു ഒരു ആടിനെ ചുമക്കുന്നതാണ് ചിത്രത്തിൽ ഉള്ളത്. ടോഗ എന്ന റോമൻ വസ്ത്രം ധരിച്ച രൂപത്തിലാണ് യേശുവിനെ ഇതിൽ പെയിന്റ് ചെയ്തിരിക്കുന്നത്. അനാറ്റോളിയൻ മേഖലയിൽ യേശുവിനെ റോമൻ ശൈലിയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് വളരെ ആശ്ചര്യമുളവാക്കുന്ന കാര്യമാണെന്ന് ഗവേഷകരുടെ വിലയിരുത്തൽ. ക്രൈസ്തവർ പീഡനങ്ങളേറെ അനുഭവിച്ചിരുന്ന കാലഘട്ടമായ 3-ാം നൂറ്റാണ്ടിൽ ഉണ്ടായതാണ് ഈ ശവകുടീരമെന്നാണ് പുരാവസ്തു ഗവേഷകർ കരുതുന്നത്. ക്രൈസ്തവ ചിഹ്നമായി കുരിശ് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നതിന് മുൻപുള്ള കാലഘട്ടത്തിലെ വിശ്വാസത്തിന്റെയും സംരക്ഷണത്തിന്റെയും പ്രതീകമാണ് നല്ല ഇടയൻ എന്ന രൂപം കണക്കാക്കപ്പെടുന്നത്. തുർക്കിയിൽ നിന്ന് ഇതുവരെ ലഭിച്ചതിലുള്ള ഏറ്റവും മികവുറ്റ ചിത്രമാണ് ഇതെന്ന് പുരാവസ്തു ഗവേഷകർ പറയുന്നു. വിശുദ്ധ ജാനുയേരിയൂസിന്റെ രക്തക്കട്ട ദ്രാവക രൂപത്തിലായ അത്ഭുതത്തിന് വീണ്ടും സാക്ഷിയായി നേപ്പിൾസ് നഗരം. ഡിസംബർ 16 ചൊവ്വാഴ്ച അസംഷൻ മേരി കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന അത്ഭുതം സഭാ നേതൃത്വം സ്ഥിരീകരിച്ചു. എല്ലാ വർഷവും ഡിസംബർ 16 നടക്കുന്ന അത്ഭുതം ആവർത്തിച്ചു. ഇറ്റലിയിലെ നേപ്പിൾസിന്റെ മധ്യസ്ഥനായ വിശുദ്ധ ജാനുവരിയൂസിന്റെ തിരുശേഷിപ്പായി സൂക്ഷിക്കുന്ന കട്ടപിടിച്ച രക്തം ദ്രാവക രൂപത്തിലാകുന്ന അത്ഭുതം വീണ്ടും സംഭവിച്ചു. 3-ാം നൂറ്റാണ്ടിൽ നേപ്പിൾസ് നഗരത്തിന്റെ മെത്രാനായിരുന്ന ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ മതപീഡന കാലത്ത് യേശുവിലുള്ള വിശ്വാസത്തെ പ്രതി രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധനായിരുന്നു വിശുദ്ധ ജാനുവരിയൂസ്. ശിരച്ഛേദം ചെയ്യപ്പെട്ട വിശുദ്ധന്റെ രക്തം യൂസേബിയ എന്ന സ്ത്രീയാണ് കുപ്പിയിൽ ശേഖരിച്ചത്. വിശുദ്ധന്റെ നാമഹേതു തിരുനാൾ ദിനമായ സെപ്റ്റംബർ 19-നും മെയ് മാസത്തിലെ ആദ്യ ഞായറിന് മുൻപുള്ള ശനിയാഴ്ചയിലും വിശുദ്ധന്റെ മധ്യസ്ഥതയിൽ അഗ്നിപർവ്വത വിപത്തിൽ നിന്നും സംരക്ഷണം ലഭിച്ചതിന്റെ ഓർമ്മദിനമായ ഡിസംബർ 16-നുമാണ് ഈ അത്ഭുതം സംഭവിക്കാറുള്ളത്. ഈ വർഷം ഡിസംബർ 16 ചൊവ്വാഴ്ച നഗരത്തിലെ അസംഷൻ മേരി കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന അത്ഭുതത്തിന് വിശ്വാസികളും സഭാ നേതൃത്വവും സാക്ഷികളായി. പ്രാദേശിക സമയം രാവിലെ 9:13 അത്ഭുത പ്രതിഭാസം ആരംഭിച്ചുവെന്നും തുടക്കത്തിൽ രക്തം അർദ്ധദ്രാവകമായി പ്രത്യക്ഷപ്പെട്ടു എന്നും രാവിലെ 10:05 പൂർണ്ണ ദ്രവീകരണം സംഭവിച്ചു എന്നും സഭാ നേതൃത്വം വ്യക്തമാക്കി. ദേവാലയത്തിന്റെ അധ്യക്ഷനായ മോൺസിഞ്ഞോർ വിൻസെൻസോ ഡി ഗ്രിഗോറിയോയാണ് അത്ഭുത പ്രഖ്യാപനം വിശ്വാസികൾക്ക് മുൻപിൽ നടത്തിയത്. തുടർന്ന് പ്രദക്ഷിണമായി എല്ലാവർക്കും കാണാൻ കഴിയുന്ന വിധത്തിൽ തിരുശേഷിപ്പ് കൊണ്ടുപോയി. ശാസ്ത്രത്തിന് വിശദീകരണമില്ലാത്ത പ്രതിഭാസമായി ലോകത്തിന് അത്ഭുതമായി ഈ രക്തപരിണാമം വലിയ വിശ്വാസ സാക്ഷ്യമാവുകയാണ്. USA ഉടനീളമുള്ള സീറോ മലബാർ കത്തോലിക്ക സമൂഹം ഒത്തുകൂടുന്ന സീറോ മലബാർ USA കൺവെൻഷൻ 2026 ജൂലൈ 9 മുതൽ 12 വരെ നടക്കും. രൂപതയുടെ പ്രഥമ ഇടയൻ മാർ ജേക്കബ് അങ്ങാടിയത്തിന്റെ മെത്രാഭിഷേക ജൂബിലി ആഘോഷവും ഇതോടൊപ്പം നടക്കും. രജത ജൂബിലി ആഘോഷിക്കുന്ന രൂപതയുടെ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തപ്പെടുന്ന കൺവെൻഷന്റെ ഇടവക തലത്തിലുള്ള കിക്ക് ഓഫ് മാർ ജോയ് ആലപ്പാട്ടിന്റെ നേതൃത്വത്തിൽ ഓസ്റ്റിനിലെ സെയിന്റ് അൽഫോൻസ ദേവാലയത്തിൽ നടന്നു. കൺവെൻഷൻ ടീമിനെ ഇടവക വികാരി ഫാദർ ആൻഡോ ജോർജ് ആലപ്പാട്ടിന്റെ നേതൃത്വത്തിൽ ഇടവകങ്ങൾ ഹൃദ്യമായി സ്വീകരിച്ചു. കൺവെൻഷനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ www.zerochurch.org എന്ന വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. ഷെഖേന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ.